സാഹിത്യോത്സവത്തിൽ ഒരിക്കൽ കൂടി വന്നു ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അറിയിക്കുകയാണ്. മുഹമ്മദ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം സാഹിത്യം അല്ലെങ്കിൽ ഭാഷ, അതിലൂടെയുള്ള ആവിഷ്കാരങ്ങൾ, അത് നടത്തേണ്ട രീതി എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പറയണമെന്നാണ്. എഴുത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതിയോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശ തത്വങ്ങളോ ഒന്നും ബാധകം അല്ലാത്ത സ്വതന്ത്രമായ ഒരു ഭാഷാപ്രവർത്തനമാണ് സാഹിത്യരചന എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലേതെങ്കിലും തരത്തിൽ ഒരു സിലബസ് നിർദ്ദേശിക്കാനോ ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വ്യക്തമാക്കാനോ സാധിക്കുകയില്ല. ചില അനുഭവങ്ങളൊക്കെ വേണമെങ്കിൽ സൂചിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ അവൻ്റെ സ്വത്തും ഒരു പലതരത്തിൽ രൂപീകൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകളായെങ്കിൽ പോലും ഓരോ കാലത്ത് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു സ്വത്വമാണ് മനുഷ്യൻ്റേത്. ചില കാലത്ത് ചില മനുഷ്യവംശങ്ങൾ മനുഷ്യരായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ചില ലിംഗ പദവിയിലുള്ള മനുഷ്യർ ആ തരത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരുന്നില്ല. ചില ഗോത്രങ്ങൾ ഒന്നും നമ്മുടെ കണക്കെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് ഇന്ത്യൻ കോൺസെപ്റ്റ്, ജാതിയുടെ ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചാതുർവർണ്ണ്യം, 4 വർണ്ണങ്ങളാണ്. അതിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വിഭാഗമായിട്ടാണ് മനുഷ്യരെ തരംതിരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 4 വിഭാഗത്തിൽ ആദിവാസികളും അതുപോലെയുള്ള ശൂദ്രർക്ക് താഴെയുള്ള ജനവിഭാഗവും പെട്ടിട്ടില്ല. അവർക്ക് മനുഷ്യരായിട്ടുള്ള ഒരു പദവി ആ സങ്കല്പത്തിൽ വന്നിട്ടില്ല. ശൂദ്രരെന്ന് പറയുമ്പോൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ നായർ വിഭാഗവും ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ മനുഷ്യരെ തന്നെയും മനുഷ്യകുലത്തിൽ ഉൾപ്പെടുത്താത്ത, ഓസ്ട്രേലിയയിൽ ഒരു 19 വർഷം മുമ്പ് ഒരു കാനേഷുമാരി അവിടുത്തെ ഒരു ജനസംഖ്യ കണക്കെടുത്തപ്പോൾ അവിടുത്തെ വളരെ ആദിമമായി ജീവിച്ചിരുന്ന ചില മനുഷ്യഗോത്രങ്ങളെ മൃഗങ്ങളുടെ കണക്കിലാണ് പെടുത്തിയിരുന്നത്. അവരുടെ കണക്കെടുപ്പ് നടത്തുമ്പോൾ മൃഗങ്ങളുടെ കൂട്ടത്തിലാണ് അവരുടെ കണക്ക് ചേർത്തിരുന്നത്. ഒരു 50 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ മനുഷ്യൻ വർഗപരമായും ലിംഗപരമായും ഒക്കെ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇവോൾവ് ചെയ്തു വരുന്ന, പ്രത്യക്ഷത്തിലേക്ക് ഇങ്ങനെ വിസിബിളായി വരുന്ന ഒരു ജനവർഗമാണ്. അതിങ്ങനെ കൂടിക്കൂടി വരും. ഇന്ന് നമുക്ക് അറിയാം, ഉഭയലിംഗ വ്യവസ്ഥയിലുള്ള മനുഷ്യരുണ്ട്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഒരു പുരുഷനോ സ്ത്രീക്കോ പറയാൻ പറ്റാത്തൊരു കാര്യം പുരുഷനും സ്ത്രീയും അല്ലാതെ ജനിച്ച ഒരാൾക്ക് പറയാനുണ്ട്. അങ്ങനെ ഒരു ജനവിഭാഗം വിസിബിൾ ആയി വരുന്നു. അതുപോലെ ആദിവാസിക്ക് അവൻ്റെ ഭാഷയുണ്ട്, സാഹിത്യമുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതുകൂടി ചേർന്നാലേ നമ്മുടെ ഭാഷയും മലയാളവും പൂർണ്ണമാകൂ എന്നൊരു ആശയം നമുക്ക് ഇന്നുണ്ട്. അപ്പം ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴേക്കും ഇങ്ങനെ പുതിയ തരത്തിൽ ഇവോൾവ് ചെയ്തു വരികയും പുതിയ തരത്തിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഈ നിർമ്മിക്കപ്പെടുന്ന മനുഷ്യൻ, പുതുതായി നിർമ്മിക്കപ്പെടുന്ന മനുഷ്യൻ, അതൊരു ഏകവചനമല്ല എന്ന് നമുക്കറിയാം. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഏകവചനമല്ല. അത് വളരെ വൈവിധ്യത്തെയും വലിയ വൈചാത്യങ്ങളുടെയും ഒക്കെ ഒരു ഉള്ളടക്കം ആയിട്ട് വരുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്ന
ഈ ഉണ്മ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഒരു മനുഷ്യത്വ സ്വത്വം. ഈ നിർമ്മിതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഭാഷയാണ്. ഭാഷയിലൂടെയാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആധുനിക മനുഷ്യൻ ഭാഷയുടെ നിർമ്മിതിയാണെന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ ഭാഷയുടെ നിർമ്മിതിയാണ്. മനുഷ്യന് മാത്രമാണ് ആശയവിനിമയത്തിനപ്പുറം ആത്മവിനിമയത്തിൻ്റെ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു മാധ്യമം ആയിട്ട് കൂടി ഭാഷയെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏക ജനുസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ഭാഷ എന്ന് പറയുന്നത് വളരെ ലളിതമായി അവരുടെ ആശയം വിനിമയം ചെയ്യാൻ മാത്രമുള്ളതാണ്. മനുഷ്യൻ അതിന് മാത്രമാണ് ഉള്ളതല്ല ഭാഷ. നമ്മുടെ ആത്മാവിനെ വിനിമയം ചെയ്യാൻ, നമ്മുടെ ആത്മത്തെ വിനിമയം ചെയ്യാൻ, നമ്മുടെ വൈകാരികതയെ വിനിമയം ചെയ്യാൻ, ഇതിനെയൊക്കെ സ്വപ്നത്തെ വിനിമയം ചെയ്യാൻ, ചിന്തയെ വിനിമയം ചെയ്യാനൊക്കെയുള്ള ഒരു വലിയ സാധ്യതയുള്ള ഒരു പ്രരൂപമാണ് ഭാഷയുടേത്. അതുകൊണ്ട് തന്നെ ഒരു ഭിഷഗ്വരൻ്റെ, ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് അതും ഒരു എഴുത്ത് രൂപമാണെന്ന് നമുക്ക് പറയാം. ഭാഷയുടെ ഒരു രൂപമാണ്. പക്ഷെ അതും ഒരു കവിതയും ചേർത്ത് വെക്കുമ്പോൾ, ഒരു ഡോക്ടറുടെ കുറിപ്പും ഒരു കവിതയും ചേർത്ത് വെക്കുമ്പോൾ ഭാഷ നിർവഹിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ധർമ്മങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്, കൃത്യതയോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തേത്, അത്തരം കൃത്യതയൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഭാഷയുടെ എല്ലാ സാധ്യതയും ഉപയോഗിച്ച് വേറെ ഒരു തരത്തിലുള്ള അനുഭവത്തെ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കവിത. അതാണ് പുതിയ കാലത്ത്, പണ്ട് കാലത്ത് ഈ ഭാഷ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വായത്തമായിരുന്നില്ല. പല കാരണങ്ങൾ, സാമൂഹികമായിട്ട് സ്വായത്തമായിരുന്നില്ല, അനുഭവപരമായിട്ട് സ്വായത്തമായിരുന്നില്ല. പലതരത്തിലുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള സാഹചര്യം കൊണ്ട് ഭാഷ വളരെ കുറഞ്ഞ ആളുടെ മാത്രം ഒരു മൂലധനമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെയും അതുപോലെ സോഷ്യലൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ഭാഷ ഇന്ന് എല്ലാവർക്കും ഉള്ള ഒരു സ്വത്തായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ ഭാഷയിലൂടെ ആവിഷ്കരിക്കാനുള്ള അനുഭവങ്ങളെ മനുഷ്യൻ തിരിച്ചറിയുന്നു. പണ്ട് കാലത്തൊരു അടിമയ്ക്ക് താൻ അടിമയാണെന്ന ബോധത്തോടെ അല്ല അയാൾ പ്രവർത്തിക്കുന്നത്. ഇനി അങ്ങനെ ബോധം ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ അടിമയായി തീരാൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് പറയുന്ന സംതൃപ്തിയോടു കൂടിയാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഇന്നൊരാൾ അടിമയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ താൻ അടിമയാണ് എന്നും ആർക്കോ അടിമയാക്കപ്പെട്ടയാളാണെന്നും താൻ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ഒരാളാണെന്നും തൻ്റെ ഈ അനുഭവം വേറൊരർത്ഥത്തിൽ ആഖ്യാനം ചെയ്യപ്പെടേണ്ടതാണെന്നൊക്കെയുള്ള അറിവോട് കൂടിയാണ് അയാൾ അടിമയായി നിൽക്കുന്നത്. അതെന്ന് വെച്ചാൽ ഭാഷയിലൂടെ തൻ്റെ അവസ്ഥയെ, സ്വത്വത്തെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയാൾക്ക് ആവിഷ്കരിക്കേണ്ട ആവശ്യം വരും, എഴുതേണ്ട ആവശ്യം വരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഭാഷയാണ്. അവനവൻ്റെ സ്വപ്നത്തെ, അവനവൻ്റെ ഇച്ഛയെ, അവനവൻ്റെ ആത്മത്തിൻ്റെ പ്രകാശനങ്ങളെയൊക്കെ സാധ്യമാക്കാൻ നമ്മുടെ കൈവശമുള്ളത് ഭാഷയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവനവൻ്റെ മാതൃഭാഷ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. നമ്മൾ പഠിച്ചെടുക്കുന്ന ഭാഷ, അല്ലെങ്കിൽ നമ്മുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഭാഷ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അത്തരം ഭാഷാ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരാൾക്ക് അയാളുടെ അനുഭവത്തെ ഏറ്റവും സത്യസന്ധമായും ഏറ്റവും വികാരവായ്പോടെയും പറയാൻ സാധിക്കുക ഏത് ഭാഷയിലേക്കാണോ ആ കുഞ്ഞ് പെറ്റ് വീണത്, ഏത് ഭാഷയാണോ കുഞ്ഞുനാൾ തൊട്ട് ആ കുട്ടി പഠിച്ചത്, ആ ഭാഷയായിരിക്കും. പോൾ സെലാൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള കവി, അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾക്ക് അയാളുടെ ഉണ്മയെ ആവിഷ്കരിക്കണമെങ്കിൽ അത് മാതൃഭാഷയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സത്യത്തെ ആവിഷ്കരിക്കാൻ
മാതൃഭാഷയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു ഭാഷയിൽ അയാൾ അത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു കളവായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആണ് ലോകത്തെല്ലായിടത്തും ഇന്ന് മാതൃഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നിലവിളി, മാതൃഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. തിയോങ്കോ എന്ന് പറയുന്ന നൈജീരിയൻ എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയ കൃതികളിലൂടെ, നാടകങ്ങളിലൂടെയൊക്കെ പ്രസിദ്ധനാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ 80കളിൽ ജീവിക്കുന്ന ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ 70കളുടെ ഒടുവിൽ നൈജീരിയൻ ഗവൺമെൻറ് തടവിലിട്ടപ്പോൾ, ജയിലിലിട്ടപ്പോൾ, രാഷ്ട്രീയ തടവുകാരനാക്കി മാറ്റിയ സമയത്ത് ആണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവുണ്ടാവുന്നത് താൻ എന്തിനാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രസിദ്ധിയും പണമൊക്കെ നേടിയ ആളാണ്. തനിക്ക് സ്വന്തമായൊരു ഭാഷയുണ്ട്, ഏതാണ്ട് 50 ലക്ഷം പേർ സംസാരിക്കുന്ന ഗിക്കുയു എന്ന് പറയുന്ന ഭാഷ. എന്തുകൊണ്ട് താൻ അതിലെഴുതിയില്ല? എൻ്റെ അധിനിവേശക്കാരൻ്റെ ഭാഷയായ ഇംഗ്ലീഷിൽ ഞാൻ എന്തുകൊണ്ട് എഴുതി? അങ്ങനെ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ ഗിക്കുയു ഭാഷയിലേ എഴുതും. ഇപ്പോൾ ജയിലിലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പേപ്പറോ പെന്നോ ഒന്നുമില്ല. അദ്ദേഹം ജയിൽ അധികൃതരോട് പറഞ്ഞു, ഞാൻ മാപ്പ് എഴുതി തരാൻ പോവാണ്. രാഷ്ട്രീയ തടവുകാർ മാപ്പ് എഴുതി കൊടുത്താൽ അവരെ വിടും, വെറുതെ വിടും. മാപ്പ് എഴുതി കൊടുക്കാൻ പോവാണ്, അതുകൊണ്ട് എനിക്ക് പേന വേണമെന്ന് പറഞ്ഞു, എഴുതാൻ വേണ്ടി പേന വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പേന കൊടുത്തു. അങ്ങനെ അദ്ദേഹം അവിടെ ജയിൽ തടവുകാർക്ക് കൊടുക്കുന്ന ടോയ്ലറ്റ് പേപ്പർ, ആ ടോയ്ലറ്റ് പേപ്പർ രഹസ്യമായിട്ട് സംഘടിപ്പിച്ച്, കുറച്ചധികം സംഘടിപ്പിച്ച് അതിൽ അദ്ദേഹം ഒരു നോവൽ എഴുതി. ആ നോവൽ ഗിക്കുയു ഭാഷയിലാണ് എഴുതിയത്. ഗിക്കുയു ഭാഷയിലെ ആദ്യത്തെ നോവലാണത്. അതിന്ന് ആ ഭാഷയിലെ ഒരു ക്ലാസിക് എന്ന നിലയ്ക്ക് അറിയപ്പെടുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. മനസ്സിനെ കോളനീകരിക്കുക. കോളനിവൽകൃതമാണ് മനുഷ്യൻ, ഈ ആഫ്രിക്കൻ മനുഷ്യൻ്റെ മനസ്സ്. അത് യൂറോപ്യൻ കോളനിയുടെ ബാധ, പ്രേതം, അതിൽ നിന്നൊരു മുക്തമാവുക. ആ മുക്തമാവാൻ നമുക്ക് ആവശ്യം നമ്മുടെ മാതൃഭാഷയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ആ നോവൽ പിന്നീട് ഇംഗ്ലീഷിലേക്ക് വന്നു. ഡെവിൾ ഓൺ ദ ക്രോസ് എന്ന് പറയുന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റനേകം രാജ്യങ്ങളിലൊക്കെ അവരുടെ മാതൃഭാഷയെ, സ്വന്തം ഭാഷയെ വീണ്ടെടുക്കാനുള്ള ശ്രമം വളരെ ശക്തിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി മലയാളത്തിലെടുക്കുക. മലയാളം എന്ന് നമ്മൾ വിളിക്കുന്ന മലയാളം ഏത് മലയാളമാണ്? അതൊരു പൊതു മലയാളമാണ്. അതൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് നമ്മൾ മലയാളം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ സംസാരിക്കുന്ന ഭാഷയിൽ കേരളത്തിൽ ഒരു പ്രദേശത്തും ആളുകൾ സംസാരിക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഭാഷയാണത്. ക്ലാസ് മുറിക്ക് വേണ്ടിയിട്ട്, പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനവിഭാഗം ഞാനീ സംസാരിക്കുന്ന ഭാഷയിൽ വീട്ടിൽ സംസാരിക്കുന്നില്ല. അനേകം ഉപമലയാളങ്ങളുടെ, ഉപഭാഷകളുടെ ഒരു വലിയ സംയുക്തമാണ് മലയാളം. കാസർഗോട്ടുകാരൻ അവൻ്റെ ഭാഷയിൽ സംസാരിക്കും. ഞാൻ അംബികാസുധൻ മങ്ങാടിൻ്റെ അല്ലോഹലൻ എന്ന് പറഞ്ഞൊരു നോവൽ വായിച്ചു. എനിക്ക് എന്തൊരു അത്ഭുതമായി. കാരണം കാസർഗോഡിൻ്റെ ആ തെയ്യവും ഒക്കെ ആ ഭാഷയ്ക്ക് ഇടകലരുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു പ്രാചീന ഭാഷയിലൂടെ ഇങ്ങനെ കടന്നു പോകാം നമുക്ക്. മലപ്പുറത്തുകാരുടെ പല മലയാളമാണ് സംസാരിക്കുക. അരീക്കോട്ടെ ഭാഷയല്ല മഞ്ചേരിയിൽ, വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോ അതുപോലെ തന്നെ കേരളത്തിലെ അനേകം സാമുദായിക ഭാഷകളുണ്ടായിരുന്നു. പറയന്മാർക്ക്, ആദിവാസിക്കൊക്കെ അവരുടെ ഭാഷയുണ്ട്. ചിലതിന് ലിപിയുണ്ട്, ചിലതിന് ലിപിയില്ല, ചിലതിന് സാഹിത്യമുണ്ട്, ചിലതിന് സാഹിത്യമില്ല. ഇങ്ങനെ അനേകം മലയാളങ്ങളുടെ ഒരു ഭാഷയാണ് മലയാളം, ഈ നമ്മുടെ കേരള ഭാഷ. പക്ഷെ നമ്മൾ പൊതുവേ മലയാളം എന്ന് പറയുമ്പോൾ ഇതിലെ ഒന്നും റെപ്രസെൻ്റ് ചെയ്തതല്ല. ഇതിൽ നിന്നൊക്കെ എടുത്ത ഒരു മിശ്ര ഭാഷയാണ് നമ്മൾ മലയാളം എന്ന് വിളിക്കുക. പക്ഷെ ഇപ്പം നിങ്ങൾ നോക്കൂ, അതാത് കൊച്ചു കൊച്ചു ഭാഷയിൽ നിന്ന് എഴുത്തുകാരുണ്ടായി വരുമ്പോൾ ആ മാതൃഭാഷകളൊക്കെ പുനർജനിക്കുന്നു. അല്ലോഹലൻ വായിക്കുമ്പോൾ കാസർഗോഡൻ ഭാഷ പുനർജനിക്കുന്നു. സുകുമാരൻ ചാലികത്തെ വായിക്കുമ്പോൾ ആദിവാസി ഗോത്രക്കാരുടെ ഒരു ഭാഷ പുനർജനിക്കുന്നു. അല്ലെങ്കിൽ അശോകൻ മണിവരനെയോ ശിവലിംഗനെയോ അല്ലെങ്കിൽ ധന്യ വേങ്ങച്ചേരിയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ഭാഷ പുനർജനിക്കുന്നു, മലയാളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതാണ്. അതുപോലെ ഇപ്പം മാപ്പിള ജീവിതാനുഭവങ്ങൾ
നമ്മുടെ കുട്ടികൾ എഴുതുമ്പോൾ അവർ ആ ഒരു ഭാഷ കൂടി മലയാളത്തിൻ്റെ ഭാഷയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇങ്ങനെ മാതൃഭാഷ എന്ന് നമ്മൾ നേരത്തെ നിർമ്മിച്ചെടുത്ത ഒരു പരികൽപ്പനയ്ക്കപ്പുറം അനേകം മാതൃഭാഷകളുടെ ഒരു സംയുക്തമാണ് ഇത് എന്ന നിലയ്ക്ക് അതിനെ ജനാധിപത്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ കൂടി ഭാഷാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, എഴുത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. അതിലൊരു എല്ലാ തരത്തിലുള്ള മലയാളികളുടെ ഒരു റെപ്രസെൻറ്റേഷൻ അതിനകത്ത് വരുന്നു. അങ്ങനെയാണ് ഈ ഭാഷ വലുതാവുക. അങ്ങനെയാണ് ഈ ഭാഷ കൂടുതൽ ഫ്രഷായിട്ടുള്ളൊരു ഭാഷയായിട്ട് വീണ്ടും തിരിച്ചു വരിക. അങ്ങനെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മറുപടിയായിട്ട് പറയാം. ഇപ്പോൾ സാഹിത്യം എഴുതേണ്ടത് എങ്ങനെ, പറയേണ്ടത് എങ്ങനെയെന്നതിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ഭാഷയുടെ പ്രാധാന്യം, എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഭാഷ, ഒരു ഡിവൈസാണ് ഭാഷ. ഡിവൈസ് തന്നെ വിളിക്കാം, ഒരു ഉപകരണമാണത് എന്ന ഒരു തിരിച്ചറിവാണ് ഒരു എഴുത്തുകാരന് ആദ്യം വേണ്ടത്. താൻ ഉപയോഗിക്കാൻ പോകുന്ന, ഇപ്പോൾ ഒരാളെ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ആവശ്യത്തിന് മരം മുറിക്കാൻ വേണ്ടിയിട്ടൊരു മഴുവും കൊണ്ട് പോകുമ്പോൾ ഈ മഴുക്കാരൻ രാവിലെ ഈ മഴു എടുത്തിട്ടൊന്ന് രാവി വെള്ളാരം കല്ലിട്ടൊന്ന് രാവി മൂർച്ച വെപ്പിച്ചിട്ടേ അയാൾ പണിക്ക് പോവുള്ളൂ. അല്ലാതെ അവിടെ ചെന്നിട്ടുള്ള മൂർച്ച കൊണ്ട് മരം മുറിക്കുകയല്ല ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് ഈ ഭാഷയാണ്. അപ്പം ഈ ഭാഷ, എൻ്റെ കയ്യിലുള്ള ഭാഷ, അതെൻ്റെ പണിക്ക് എത്രമാത്രം ശക്തമാണ്, എത്രമാത്രം അത് മൂർച്ച വെച്ച് വേണ്ട പോലെ പരുവപ്പെടുത്തി ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള അവനവൻ്റെ ഭാഷയെക്കുറിച്ചുള്ള ഒരു സ്വയം ബോധമാണ് ഒരു എഴുത്തുകാരൻ ആദ്യം വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഓരോ പണിക്കും ഓരോ ആയുധമാണ്. ഇപ്പോൾ പച്ചക്കറി മുറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കറിക്കത്തി മതിയെങ്കിൽ മരം മുറിക്കാൻ മഴു വേണം. മീൻ മുറിക്കാൻ ചിലപ്പോൾ വേറെ, ഇപ്പം കത്രിക ഉപയോഗിച്ചാണ് നമ്മൾ മീൻ മുറിക്കുന്നത്. അപ്പോൾ ആളുകളുടെ അടുക്കളയിലൊക്കെ പണിയൊക്കെ വേഗം തീരും. കത്തി കാണാൻ എളുപ്പത്തിൽ ചിറക് മുറിക്കാനൊക്കെ കത്രിക അതിപ്പോഴത്താണ് കണ്ടുപിടിച്ചത്. നമ്മുടെ വീട്ടമ്മമാരൊക്കെ പല സാധനവും കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല. കത്രിക ഈ മീൻ മുറിക്കാൻ വന്നതിന് ശേഷം മനുഷ്യാധ്വാനത്തിലുണ്ടായ ലഘൂകരണവും അതുകൊണ്ട് അവർ സമ്പാദിക്കുന്ന സമയവും എത്ര വലുതാണെന്ന് ഒരു ഓഡിറ്റ് നടത്തി. അത് വലിയ കാര്യം, വലിയ കണ്ടുപിടുത്തമായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ ആയുധമുണ്ട്. കവിത എഴുതുന്ന ആളുടെ ഭാഷയല്ല കഥ എഴുതുന്നവരുടെ ഭാഷ. ആ ഭാഷ കൊണ്ടല്ല നമുക്ക് ലേഖനം എഴുതേണ്ടത്. ആ ഭാഷ കൊണ്ടല്ല നമുക്ക് പ്രഭാഷണം നടത്തേണ്ടത്. അപ്പോൾ അവനവൻ്റെ പണി എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, മേഖല ഏതാണെന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അവനവൻ്റെ എഴുത്തിടം ഏതാണ് എന്ന് ഒന്ന് കണ്ടെത്തി സ്ഥിരീകരിച്ച് അതിന് പറ്റിയ ഒരു ഭാഷ, അതാണ് നമ്മൾ രൂപീകരിച്ചെടുക്കേണ്ടത്. അപ്പോൾ എഴുതി തുടങ്ങുന്നവർക്കൊക്കെ അവൻ്റെ തട്ടകം മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം വരും. ചിലപ്പോൾ ചിലർ കഥ എഴുതിയിട്ട് കവിതയിലേക്ക് വരും, കവിത എഴുതിയിട്ട് കഥയിലേക്ക് പോകും, കഥയും കവിതയും ഉപേക്ഷിച്ച് പിന്നെ ലേഖനത്തിലേക്ക് വരും. അതൊക്കെ ഓരോരുത്തർക്ക് തിരിച്ചറിവുണ്ടാവാൻ കുറേ സമയമെടുക്കും. ചിലർ ഇതിൽ മൂന്നിലും പ്രവർത്തിക്കും, അത് അങ്ങനെയും സാധിക്കും. രവീന്ദ്രനാഥ് ടാഗോറൊക്കെ നാടകവും നോവലും കഥയും കവിതയും എല്ലാം എഴുതിയ ആളാണ്. ലേഖനങ്ങളും ചിത്രകലയും സംഗീതവും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് ഒരു വേഴ്സറ്റൈൽ ജീനിയസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയും പ്രവർത്തിക്കും. അപ്പം അതുകൊണ്ട് ആദ്യം ഭാഷയുടെ പ്രാധാന്യം തിരിച്ചറിയുക, അത് മൂർച്ചയുള്ള ഒരു ആയുധമാണെന്ന് തിരിച്ചറിയുക, അത് വളരെ ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത് അവനവന് വേണ്ടുന്ന ഒരു തരത്തിൽ അതിനെ പരുവപ്പെടുത്തിയെടുക്കുക. അതിൽ നിന്ന് കത്തി ഉണ്ടാക്കാം, അതിൽ നിന്ന് മഴു ഉണ്ടാക്കാം, അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് ഉപകരണമാണോ ഉണ്ടാക്കേണ്ടത് ആ ഉപകരണം നിങ്ങൾക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഭാഷ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ സ്വന്തമായിട്ടുള്ള അവകാശമുള്ളൊരു സാധനമല്ല. പുസ്തകത്തിന് മേൽ നമുക്ക് അവകാശമുണ്ട്. 60 വർഷം ഒരാൾ പുസ്തകം എഴുതിയാൽ 60 വർഷം അയാൾക്കാണ് അതിൻ്റെ പകർപ്പ് അവകാശം. അതാണ് 60 വർഷം കഴിഞ്ഞാലേ അത് മറ്റുള്ളവർക്ക് അച്ചടിക്കാൻ പറ്റുള്ളൂ. അതുവരെ അതിൻ്റെ
പകർപ്പവകാശം അത് എഴുതിയ ആൾക്കാണ്. അത് നമ്മുടെ അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷേ ഭാഷയുടെ മേൽ അങ്ങനെ ആർക്കും പകർപ്പവകാശം ഇല്ല. അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതുമല്ല. ഭാഷ എത്രയോ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ്, എത്രയോ കാലമായിട്ടുള്ളതാണ്. ഇപ്പോൾ ജയശീലൻ മാഷിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടത്, ഈ അപ്പോളോവിൻ്റെ അമ്പലത്തിലേക്ക് അപ്പം കൊണ്ടുപോകുന്ന ഗ്രാമക്കാർ വിദൂര ദേശത്തുള്ളവരായതുകൊണ്ട് അവിടുന്ന് അപ്പവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിലെത്താൻ ദിവസങ്ങളെടുക്കും, ആഴ്ചകളെടുക്കും. അപ്പോൾ അപ്പം പുളിച്ചു പോകും, നശിച്ചു പോകും. പക്ഷെ അപ്പോളോവിലെ അമ്പലത്തിലെ ദേവന് ഏറ്റവും പുതിയ അപ്പമാണ് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരുന്നത്. അതെങ്ങനെയാണ്? ഏറ്റവും വിദൂരത്തുള്ള ഗ്രാമക്കാർ അപ്പവും ചുട്ടു വന്നിട്ട് അപ്പം അടുത്ത ഗ്രാമക്കാർക്ക് കൊടുക്കും. അവർ അവിടെ നിന്ന് പുതിയ അപ്പം ഉണ്ടാക്കിയിട്ട് അവരെ ഏൽപ്പിക്കും. അവരത് അടുത്ത ഗ്രാമത്തിൽ രാത്രിയായി എത്തുമ്പോൾ അവിടേക്ക് കൊടുക്കും. അവരവിടെ നിന്ന് പുതിയ അപ്പം ഉണ്ടാക്കിയിട്ട് അവരെ ഏൽപ്പിക്കും. ഇങ്ങനെ അപ്പോളോവിൻ്റെ അമ്പലത്തിൽ ഇവരെത്തുമ്പോൾ തൊട്ടടുത്ത ഗ്രാമക്കാരുണ്ടാക്കിയ ഏറ്റവും പുതിയ അപ്പമാണ് ദേവന് കിട്ടുക എന്ന് പറയാറുണ്ട്. അങ്ങനൊരു കഥയാസ്പദമായിട്ട് കവിതയുണ്ട് മലയാളത്തിൽ. അതുപോലെയാണ് ഭാഷ. ഏതോ കാലത്തുള്ള ഏറ്റവും പ്രാചീനമായിട്ടുള്ള കവികൾ അടുത്ത തലമുറയെ ഏൽപ്പിച്ച ഭാഷ, അത് അവർ അതിനെ നവീകരിച്ച് അടുത്ത തലമുറയെ ഏൽപ്പിക്കുന്നു, അവരതിനെ നവീകരിച്ച് അടുത്ത തലമുറയെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ നിരന്തരമായി കൈമാറ്റം ചെയ്യപ്പെട്ട ഭാവുകത്വങ്ങളാണ്. ഭാവുകത്വം എന്ന് നമ്മൾ പറയും, സെൻസിബിലിറ്റി. ഒരു 25 വർഷമാണ് ഒരു സെൻസിബിലിറ്റി നിൽക്കുക, 25-30 വർഷമാണ് ഒരു പുതിയ സെൻസിബിലിറ്റി വന്നാൽ അത് നിൽക്കുക, പിന്നെ അത് മാറും, പുതിയൊന്ന് വരും. ഇങ്ങനെ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്ന ഒരു ഭാഷ നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ടപ്പോൾ അത് പുതിയതാണ്, പുളിക്കാത്ത ഭാഷയാണ് എന്ന് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. ഞാൻ എഴുതുന്ന പുളിച്ച ഭാഷയിലാണോ പുളിക്കാത്ത ഭാഷയിലാണോ, എൻ്റെ അപ്പം പൊളിച്ചു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാത്ത എഴുത്തുകാരാണ് ഈ കാലത്തുള്ള മിക്കവാറും എഴുത്തുകാർ. ഏതോ കാലത്ത് ചുട്ടുവെച്ച ഒരു ഭാഷയിൽ എഴുതുന്നു. 70കളിൽ എഴുതിയ മലയാള കവിതയുടെ തനി ആവർത്തനം, അതല്ലെങ്കിൽ ക്യാമ്പസുകളിൽ ഒരു കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന ഭാഷയുടെ തനി ആവർത്തനം, അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച വാക്കുകളുടെ തനി ആവർത്തനം. ഇങ്ങനെ പുളിച്ച പഴയ അപ്പം കൊണ്ട് സാഹിത്യത്തിൽ ഒരു ഊട്ട് സാധ്യമല്ല, ഒരു സൽക്കാരം സാധ്യമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോളോ ദേവന് വായനക്കാർക്ക് സമർപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പുതിയ അപ്പം വേണം അവർക്ക് കൊടുക്കാൻ, ഏറ്റവും പുതിയ ഭാഷ വേണം കൊടുക്കാൻ. അത് നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട് ഉണ്ടായിത്തീർന്നതായിരിക്കണം. അത് വളരെ വളരെ പ്രധാനമാണ്. വളരെ ജെന്യൂനായിട്ടുള്ള, ജെന്യൂൻ എന്നുള്ള വാക്കാണ് ഏറ്റവും എന്താണ് തനിമയാർന്ന മൗലികത്വമുള്ള ഒറിജിനലായിട്ടുള്ളൊരു ഭാഷയിൽ വേണം നമ്മൾ എഴുതാൻ. അത് മാത്രമേ വായനക്കാർ സ്വീകരിക്കുള്ളൂ. ഇപ്പോൾ ഫേസ്ബുക്കിലെ കമൻറ്റും ലൈക്കും വെച്ചിട്ട് നമുക്കൊരു എഴുത്തിൻ്റെ പിന്നെ വലിപ്പം തീരുമാനിക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ പേരിൽ തരുന്നതാണ് നിങ്ങൾക്ക് ആ ലൈക്കൊക്കെ, അല്ലാതെ നിങ്ങളുടെ കവിതയ്ക്ക് തരുന്നതല്ല. അത് നമ്മൾ ഒരു കവിത ഫേസ്ബുക്കിലൂടെ 100 കമൻറ്റ് വന്നില്ലേ, അത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് അയാൾ തരുന്നതാണത്. അതിനകത്ത് ഒരു വാഗ്ദാനം കൂടിയുണ്ട്, എൻ്റെ കവിത വരുന്നുണ്ട്, തിരിച്ച് നിങ്ങളും ഇതുപോലെ കമൻറ്റ് തരണമെന്നൊരു വാഗ്ദാനം കൂടി ആ കമൻറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ അഹോരൂപം അഹോധ്വനി എന്ന് കേട്ടിട്ടില്ലേ? പണ്ട് ഒരു കഥയുണ്ട്, ഒരു കുരങ്ങൻ്റെ വീട്ടിൽ കല്യാണം നടക്കുന്ന സമയത്ത് അവിടെ ഒരു കഴുത ആയിരുന്നു പാട്ടുകാരൻ. കുരങ്ങൻ്റെ കല്യാണമാണ്, പാട്ട് കച്ചേരി കഴുതയുടേതാണ്. അപ്പം കഴുത പാടുകയാണ്, കുരങ്ങനെ പ്രകീർത്തിച്ച് അഹോരൂപം അങ്ങക്ക് എന്തൊരു സൗന്ദര്യമാണ്. കുരങ്ങനെ കുറിച്ച് കഴുത ഇങ്ങനെ പ്രകീർത്തിച്ച് പാടുകയാണ്. അപ്പോൾ കുരങ്ങൻ തിരിച്ചു പാടുന്നതാണ്, അഹോധ്വനി അങ്ങയുടെ പാട്ട് എത്ര മനോഹരമാണ്. ഇതാണ് ഈ ഫേസ്ബുക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അങ്ങയുടെ രൂപം മനോഹരമാണ്, അങ്ങയുടെ പാട്ട് എത്ര മനോഹരമാണ് എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലൊന്നും അത് സാഹിത്യമാവില്ല. നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് പറയാൻ സാധിക്കണം, നമ്മുടേതായിട്ട് പറയാൻ സാധിക്കണം, നമ്മുടെ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കണം. ഇത് കുറേ വർഷം കൊണ്ട് നടക്കേണ്ടതാണ്. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഞാനൊരു പുതിയ ഭാഷയിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അത് അതിന് കൂടെ ചേർക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന് കൂടെ പറയേണ്ട ഒരു കാര്യം, ഇതിൽ വായനക്കാരെന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ മുന്നിൽ. ഇതാരെങ്കിലും എഴുതുമ്പോൾ വിചാരിക്കാറുണ്ട്, ഞാൻ ഇപ്പോൾ ഒരു ഉൽപ്പന്നം നമ്മൾ ഇറക്കുകയാണെങ്കിൽ, എന്ത് ഉൽപ്പന്നമാകട്ടെ, അത് കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇറക്കുക. കൺസ്യൂമർ ഫ്രണ്ട്ലി മാത്രമല്ല,
ഒരു കൺസ്യൂമറെ എങ്ങനെ ആകർഷിക്കാം എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ആ പ്രോഡക്റ്റ് നമ്മൾ ഇറക്കുക. അതുപോലെ അതിനകത്ത് വേറെ വ്യാജമൊന്നും പാടില്ല അല്ലേ, ഇപ്പം അതിൽ മായമൊന്നും പാടില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യം നിഷ്കർഷിച്ചിട്ടാണ് ഒരു ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റിൽ ഇറക്കുക. ഒരു കവിത ഇറക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊന്നും ആലോചിക്കാറുണ്ടോ? ഇത് വായിക്കുന്ന ഒരു ഉപഭോക്താവുണ്ട്, അയാൾക്ക് ഈ കവിത കൊണ്ട് രോഗം വരാൻ പാടില്ല, അയാളെ സൗന്ദര്യബോധത്തെ ഇത് നിലനിർത്തണം, അയാൾക്ക് മുടക്കുന്ന പൈസയ്ക്ക് മുതലാവണം, അങ്ങനെയല്ലേ, പൈസ മുതലാവണം, ഇതൊക്കെ അയാൾ ആകർഷിക്കണം. ഇങ്ങനെ ഒരു സാധാരണ ഒരു കൺസ്യൂമർ ഇടത്തിൽ ഒരു കച്ചവട സ്ഥലത്ത് ഒരു കച്ചവട ഉൽപ്പന്നം വിൽക്കാൻ ഒരാൾ കാണിക്കുന്ന ശ്രദ്ധ, അത്രയെങ്കിലും നമ്മളൊരു കവിത എഴുതുമ്പോൾ, ഒരു കഥ എഴുതുമ്പോൾ നമ്മൾ പുലർത്തണ്ടേ? അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഇത് ഒരാൾ വായിക്കുന്നതാണ്, അയാളുടെ വിലപ്പെട്ട സമയമാണ് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത്, അയാളില്ലാത്ത പൈസ കൊടുത്താണ് ഈ പുസ്തകം വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അയാളോ അവളോ ആരോ ഒരാൾ ഇത് വായിക്കാൻ പോകുന്നുണ്ട്, ആ ആളെ അഡ്രസ്സ് ചെയ്തിട്ട് അയാളെ വെല്ലുവിളിക്കുന്ന എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? അയാളെ പുതുമയിലേക്ക് ഉണർത്തുന്ന വല്ലതും ഇതിലുണ്ടോ? അയാളുടെ സമയനഷ്ടത്തെ പരിഹരിക്കുന്ന എന്തെങ്കിലും മാന്ത്രികത ഇതിനകത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത എഴുത്തുകാരനുണ്ട്, ഇല്ലേ? ഞാൻ എഴുതി എന്നുള്ളത് കൊണ്ട് എൻ്റെ എഴുത്ത് ന്യായീകരിക്കപ്പെടുമോ? ന്യായീകരിക്കപ്പെടുമോ? ഞാൻ വേണമെങ്കിൽ പറയാം, ഞാനൊരു ദരിദ്രനാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുസ്തകം ഇറക്കുന്നു, എൻ്റെ ദാരിദ്ര്യം അതിനെ ന്യായീകരിക്കില്ല. 4 പേര് ചിലപ്പോൾ വാങ്ങുമായിരിക്കും സഹതാപം കൊണ്ട്, പാവം ജീവിച്ചു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അത് എഴുത്തിനെ ന്യായീകരിക്കില്ല. എഴുത്തിനെ ന്യായീകരിക്കുന്നത് നിങ്ങൾ എഴുത്തിൽ വായനക്കാരോട് പുലർത്തുന്ന ഉത്തരവാദിത്വത്തിൻ്റെ മാത്രമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഒരു കരാർ എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. വായനക്കാരൻ പറയുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് എഴുതേണ്ട ആളല്ല എഴുത്തുകാരൻ. അല്ലെങ്കിൽ വായനക്കാരൻ ഇന്നത് രസിക്കും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് അതിൻ്റെ ഘടകങ്ങളെല്ലാം ചേർത്ത് എഴുതേണ്ട ആളല്ല എഴുത്തുകാരൻ. എഴുത്തുകാരൻ്റെതായ ഒരു വഴിയിൽ പോകുന്നു, വായനക്കാരൻ അതിലേക്ക് വന്നുള്ളൂ. അപ്പോൾ എഴുത്തിൽ വേണ്ട സ്വാതന്ത്ര്യം, എഴുത്തിൽ പുലർത്തേണ്ടുന്ന തത്വചിന്താപരമായും ദാർശനികമായും പുലർത്തേണ്ടുന്ന നിലപാടുകൾ, എഴുത്തിലെടുക്കേണ്ട നിലപാടുകൾ, ഇതിലൊക്കെ എഴുത്തുകാരന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിലാർക്കും കൈകടത്താനോ ആർക്കും അജണ്ട നിശ്ചയിക്കാനോ നിർദ്ദേശം തരാനോ ഒരു ഉത്തരവാദിത്വവും ഇല്ല, ബാധ്യതയും ഇല്ല, അവകാശവും ഇല്ല. പക്ഷേ ഒരു ഉൽപ്പന്നം എന്ന നിലയ്ക്ക് അത് നിങ്ങളൊരു സമൂഹത്തിന് നൽകുമ്പോൾ, അതിനൊരു വിലയിടുമ്പോൾ, ആ വിലയ്ക്ക് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ 100 പേജുള്ളൊരു കവിതാ പുസ്തകം ഇറക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ 100 പേജുള്ളൊരു കവിതാ പുസ്തകം ഇറക്കുമ്പോൾ 1000 കോപ്പി അടിക്കണമെങ്കിൽ എത്ര പേപ്പർ വേണമെന്ന് ആലോചിച്ച് നോക്കും. അത്രയും പേപ്പർ ഉണ്ടാകണേ ചുരുങ്ങിയത് 1-2 മരങ്ങളെങ്കിലും മുറിക്കേണ്ടി വരും. ഇപ്പം 2 മരം അതിൻ്റെ ആയുസ്സുകാലം മുഴുവൻ നിലനിന്നാൽ പഴമായും തണലായും എത്ര മൂല്യം സമൂഹത്തിന് നൽകുന്നുണ്ടോ അതിൻ്റെ ഒരു പകുതിയെങ്കിലും മൂല്യം അത് മുറിച്ചുണ്ടാക്കുന്ന പുസ്തകത്തിൽ ഉണ്ടാകണോ വേണ്ടയോ? അതാണ്, ഒരു മരം മുറിച്ചിട്ടാണ് ഈ പുസ്തകം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ മനോഹരമായിട്ടൊരു പുസ്തകമേള കണ്ടു. പല പ്രസാധകരുടെയും പുസ്തകം ഞാൻ അവിടെ കണ്ടു. നിങ്ങളൊക്കെ വാങ്ങണം പുസ്തകം, വായിക്കുന്നവരാണെന്ന് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു പുസ്തകത്തിൻ്റെ പിറവിയും ഒരു മരത്തിൻ്റെ മരണമുണ്ട്, ഒരു പാരിസ്ഥിതിക മരണമുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ, ഒരു പരിസ്ഥിതി പുസ്തകമായാൽ പോലും അതുണ്ടാക്കുന്നതിന് പിറകിലൊരു, ഞാനൊരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, എഴുതൂ മരങ്ങളെ രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ഈ വെള്ളത്താളിൽ തന്നെ എഴുതൂ. അറക്കവാൾ വെച്ച് വീഴ്ത്തി ഇടിച്ചു പരത്തി മിനുസപ്പെടുത്തിയ ഇതേ വെള്ളത്താളിൽ തന്നെ. അപ്പം അറക്കവാൾ വെച്ച് വീഴ്ത്തി ഇടിച്ചു പരത്തി മിനുസപ്പെടുത്തി അതേ വെള്ളത്താളിൽ തന്നെയാണ് നമ്മൾ എഴുതുന്നത് മരങ്ങളെ രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി. അത് നമ്മുടെ ഒരു ധർമ്മസംഘം. അപ്പം അത് അത്തരത്തിലുള്ള കുറേ ഉത്തരവാദിത്വം എഴുത്തുകാരനുണ്ട് ഒരു പുസ്തകം ഇറക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം ആണെങ്കിൽ മാത്രമേ ഇറക്കണ്ടൂ പുസ്തകം. മനസ്സിലായോ?
അത്യാവശ്യമാണെന്ന് തോന്നിയാൽ മാത്രമേ ഇറക്കാവൂ. ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറക്കിയത് എൻ്റെ 35-ാമത്തെ വയസ്സിലാണ്. ഇതിലിപ്പോൾ 35 വയസ്സ് കഴിഞ്ഞാൽ ആരും ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാം കുട്ടികളാണ്. 35-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ പുസ്തകം. എനിക്ക് വേണമെങ്കിൽ 12-ാമത്തെ വയസ്സിൽ 4 പുസ്തകമൊക്കെ ഇറക്കാൻ പറ്റുമായിരുന്നു. ഞാനൊന്നും എഴുതുന്നൊക്കെ ഉണ്ട്. ഞാനിതിൽ വലിയ ഉത്തരവാദിത്വം കാണിച്ചു എന്ന് അവകാശപ്പെടുകയല്ല, പക്ഷേ പലപ്പോഴും എനിക്ക് എഴുത്തുകാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വലിയൊരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എഴുത്ത് എന്ന് പറയുന്നത് വളരെ വളരെ ഉത്തരവാദപ്പെട്ടൊരു കാര്യമാണ്. ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനെക്കുറിച്ച് ഇത്രയുമാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. അതിനുശേഷം സുരേന്ദ്ര സാറ് വരും, സാറ് നിങ്ങളായിട്ട് സംവദിക്കും. മൈക്ക് പറയണ്ടോ? ഹലോ നമുക്കിനി ഡിസ്കഷനുള്ള സമയമാണ്. ക്യാമ്പ് അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പേരുകൂടി പറയണേ. സർ, ഞാൻ ആഷിഖ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിങ്ങനെ സാഹിത്യ രചനകളെ അതേപോലെ കലാപ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ളതാണല്ലോ. മാത്രമല്ല, ഇതിലൂടെ നമ്മളിപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ജാഗ്രതപ്പെടണം, അതിന് വായന വേണം, എഴുത്ത് വേണം, കലകൾ വേണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹിന്ദുത്വവും വായനയിലൂടെയും എഴുത്തിലൂടെയും കലയിലൂടെയും, അതായത് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയവും അവർക്ക് ഇതിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് അങ്ങനെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പിന്നെ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? കാരണം രണ്ട് കാര്യങ്ങളും കലയിലൂടെ സാധ്യമാണ് എന്നിരിക്കെ എങ്ങനെയാണ് കലയിലൂടെ ഇതിനെതിരെയുള്ള ഒരു പോംവഴിയായി മാറുന്നത് എന്നുള്ളത്? അല്ല, ഒന്നാമത്തെ ആ നിരീക്ഷണത്തിൽ തന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്ന് വെച്ചാൽ, സമൂഹത്തെ ഉദ്ധരിക്കുക എന്ന് പറയുന്ന ഒരു ഉടമ്പടിയൊന്നും സാഹിത്യം ആരുമായിട്ടും വെച്ചിട്ടില്ല. സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എഴുത്തുകാർ മാത്രമായിട്ട് ഏറ്റെടുത്തിട്ടുമില്ല. എനിക്കൊന്ന് എഴുത്തുകാരെ കുറിച്ച് കൂടുതലായിട്ട് അത് ചെയ്യാൻ സാധിക്കുക രാഷ്ട്രീയക്കാർക്കൊക്കെ ആയിരിക്കും, സാമുദായിക അല്ലെങ്കിൽ നവോത്ഥാന നേതാക്കന്മാർക്കൊക്കെ ആയിരിക്കും. എഴുത്തെന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, പക്ഷേ എഴുത്ത് ഭാഷയിൽ നടക്കുന്നൊരു പ്രവൃത്തി ആയതുകൊണ്ട് ഈ ഭാഷയെ ഒരു ആയുധമാക്കിയിട്ട്, പ്രതിരോധത്തിൻ്റെ ഒരു ആയുധമാക്കിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ലോകത്ത് ആ സാഹിത്യം ഉണ്ടായ കാലത്തെ നമുക്ക് തെളിവുകളുണ്ട്. പ്രാഥമികമായിട്ട് എഴുത്തിൻ്റെ ലക്ഷ്യം സാമൂഹ്യ ഉദ്ധാരണമാണെന്ന് പറയുന്നതോടുകൂടി എഴുത്ത് റദ്ദാക്കപ്പെടുക ചെയ്യുക. പിന്നെ എഴുത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ആ സാമൂഹ്യ ഉദ്ധരണം എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമേ അതിന് പിന്നെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല എഴുത്തുകാരൻ സ്വതന്ത്രമായിട്ട് അയാളുടെ സ്വപ്നങ്ങളെ ആവിഷ്കരിക്കുന്നു, അയാളുടെ ദർശനങ്ങളെ ആവിഷ്കരിക്കുന്നു. അങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് സമൂഹത്തിന് രക്ഷപ്പെടാനുള്ള ചില മരുന്ന് കൂടി അതിൽ ഉദ്ഭൂതമായി തീരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് എഴുത്തുണ്ടാകുന്നത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഭാഷ എല്ലാവരുടെയും സ്വത്തായതുകൊണ്ട്, എല്ലാവർക്കും ഭാഷ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് പ്രതിലോമ ആശയങ്ങൾ പറയുന്നവരും ഭാഷ ഉപയോഗിച്ച് മുന്നേറും. പ്രതിരോധത്തിൻ്റെ സാഹിത്യവും അതുപോലെ തന്നെ ഉണ്ടായി വരും. അപ്പം ഇതെങ്ങനെയാണ് പരിഹരിക്കുക, ഈ യുദ്ധം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതാണ് ഉന്നയിച്ച ചോദ്യം. അവിടെ നമുക്ക് അങ്ങനെ ഭയക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലോക സാഹിത്യം നിങ്ങൾ മൊത്തമായിട്ട് എടുക്കുക, നീതിയെക്കുറിച്ചാണ് എല്ലാ കാലത്തും സാഹിത്യം ഉത്കണ്ഠപ്പെട്ടിട്ടുള്ളത്. നൈതികതയാണ് സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്കണ്ഠാ വിഷയം. നീതി നടപ്പിലാവുക അതൊരു അടിസ്ഥാന ചോദനയാണ് എഴുത്തിൻ്റെ. അപ്പോൾ ലോകത്തിലുള്ള സാഹിത്യത്തിൻ്റെ ഒരു 80% നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള നിലകൊള്ളുന്ന എഴുത്താണ്. അത് പ്രത്യക്ഷത്തിൽ അത് പറയണമെന്നൊന്നുമില്ല, പക്ഷെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഹിറ്റ്ലറുടെ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഫാസിസത്തിൻ്റെയോ മനുഷ്യ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുടെയൊക്കെ ഒരു സാഹിത്യം, അങ്ങനെയുള്ള സാഹിത്യം ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്. അതിനൊന്നും ലോകത്ത് ശ്രദ്ധ നേടാനോ
ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ഈ പറയുന്ന സാഹിത്യം മനുഷ്യനെ ആകർഷിച്ച പോലെ ആകർഷിക്കാനൊന്നും സാധിച്ചിട്ടില്ല. അതതിൻ്റെ പ്രയോക്താക്കളും അതിൻ്റെ പ്രൊമോട്ടേഴ്സും അത് എഴുതും, അത് പ്രചരിപ്പിക്കും എന്നല്ലാതെ പൊതുവായിട്ട് ജനങ്ങൾക്കിടയിൽ അതിലൊരു സ്വാധീനം ഉണ്ടാക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല, ഒരിക്കലും സാധിക്കുകയുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തത്തുല്യമായിട്ടുള്ള രണ്ട് ഭാഗത്തും തുല്യശക്തികൾ അണിനിരന്നുകൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇത് എന്നുള്ള സംശയിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ ലിറ്ററേച്ചർ അവരുണ്ടായിക്കൊണ്ടിരിക്കും, അത് അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ നൈതികതയെ മുൻനിർത്തിക്കൊണ്ട്, മനുഷ്യൻ്റെ ധാർമ്മികതയെ മുൻനിർത്തിക്കൊണ്ട്, നന്മ എന്നുള്ള വാക്കൊക്കെ പറയുമ്പോൾ അത് ആപേക്ഷികമാണ്, എന്നാൽ പോലും അത്തരത്തിൽ മനുഷ്യപക്ഷം നിൽക്കുന്ന ഒരു എഴുത്ത് തന്നെയാണ് ലോകത്ത് എല്ലാ കാലത്തും മുന്നോട്ട് നിന്നിട്ടുള്ളത്. ഇനിയും അതിന് തന്നെയായിരിക്കും വിജയം. ആ എഴുത്ത് കൂടി സമ്മാനിച്ചതാണ് ഇന്നത്തെ ലോക സമാധാനം എന്നുകൂടി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേര് ഹസൻ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാറ് പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഭാഷയെ നമ്മൾ എന്ത് ചെയ്യണം, മിനുസപ്പെടുത്തണം, അല്ലെങ്കിൽ പുതിയൊരു ഭാഷയിലൂടെ നമ്മൾ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഇതുവരെ എഴുതിയിട്ടൊന്നുമില്ല, എഴുതി പരിചയമുള്ള ആളല്ല. അപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടി റെഫറൻസ് ചെയ്യുന്നത് ചിലപ്പോൾ പഴയ പുസ്തകങ്ങളായിരിക്കും. പഴയ കാലത്ത് 70കളിൽ അല്ലെങ്കിൽ 60കളിലൊക്കെ എഴുതിയ ഒരു പുസ്തകം വായിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്നത്തെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇന്ന് എഴുതാൻ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഭാഷയെ നമ്മൾ ഈ മിനുസപ്പെടുത്താൻ പറ്റുക? അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, അതിൽ എഴുതുന്ന ഒരാളുടെ ഉത്കണ്ഠയാണത്, ഒരാകാംക്ഷയാണത്. അതായത് എന്തിനാണ് നമ്മൾ എഴുത്തുകാരെന്തിനാണ് വായിക്കുന്നത്? മാർക്കേസ് പറയുകയുണ്ടായി. മാർക്കേസ് ഒക്കെ അറിയാലോ, ലോകപ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ. അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവരുടെ പുസ്തകം എഴുത്തുകാരധികം വായിക്കാത്തതാണ് നല്ലത്, കാരണം അവരുടെ ആത്മവിശ്വാസം പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല വായനക്കാരിൽ ഒരാളായിരുന്നു മാർക്കേസ്, അത് വേറെ കാര്യം. അതവിടെ നിൽക്കട്ടെ. ഈ ചോദ്യം ഒന്ന്, ഈ പുതിയ ഭാഷ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ അല്ല അത്. പകരം അവനവൻ്റെ ചുറ്റുപാടിൽ നിന്നും ജീവിത സാഹചര്യത്തിൽ നിന്നൊക്കെ രൂപം കൊണ്ട് വരുന്ന ഒരു ഭാഷയാണ് അത്. ഭാഷ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പദസ്വീകരണത്തിലാകാം, അല്ലെങ്കിൽ അവയെ ബന്ധിപ്പിക്കുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ പുതിയൊരു തരത്തിൽ അത് പറയുന്നതിലൊക്കെ ആവും ഈ പുതുമ. പൂർണ്ണമായിട്ടും നമുക്ക് പുതിയൊരു ഭാഷയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ വായന നമ്മളെ എങ്ങനെ സഹായിക്കും? അപ്പോൾ പഴയ സാഹിത്യം വായിക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നൊരു ഗുണം? ഒന്ന്, സാഹിത്യത്തിൻ്റെ ഒരു വിശാലമായ ലോകത്തെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാവും. രണ്ട്, എങ്ങനെയാണ് പണ്ടുള്ളവർ എഴുതിയിരുന്നത്, ഏതൊക്കെ ഭാവുകത്വങ്ങളാണ് നമ്മുടെ ഭാഷയിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് മനസ്സിലാവും അതുപോലെ ഒരു സാഹിത്യമല്ല ഞാൻ എഴുതേണ്ടത്, അതിനേക്കാളും വ്യത്യസ്തമായിട്ടൊന്നാണ് ഞാൻ എഴുതുന്നത്. ഇത് വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും പുതിയ സാഹിത്യമാണ് എഴുതുന്നതെന്ന് വിചാരിക്കും. അയാൾ എഴുതുന്നുണ്ടാവുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതോ ദിവസങ്ങൾക്ക് മുമ്പ് ചുട്ട ഒരപ്പമായിരിക്കും അയാൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വായന വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത് അതിലെ ഭാഷ അതുപോലെ സ്വീകരിക്കാനല്ല, ആ ഭാഷയെ ഉപേക്ഷിക്കാനാണ്. വായിക്കുന്ന കൃതികളിലെ ഭാഷ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അതിലല്ല ഞാൻ എഴുതുന്നത്. അത് എഴുതപ്പെട്ട് കഴിഞ്ഞു, ഇനി ഞാനതിൽ എഴുതിയിട്ട് കാര്യമില്ല. വള്ളത്തോൾ എഴുതിയതുപോലെ ഞാൻ എഴുതിയിട്ട് കാര്യമില്ല. അത് എഴുതപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാവണേ അത് വായിക്കണം. അതാണ്. പിന്നെ വേറൊരു കാര്യം അതിനകത്തുള്ളത്, പല കവികളും എങ്ങനെയാണ്, ഇപ്പോൾ എഴുത്തുകാരൊക്കെ എങ്ങനെയാണ് എഴുത്തിൻ്റെ ഘടന, എഴുത്തിൻ്റെ ഡിക്ഷൻ, അതിൻ്റെ രൂപശില്പം, ഇതൊക്കെ എങ്ങനെയാണ്. ഇപ്പോൾ വള്ളത്തോളിൻ്റെ അച്ഛനും മകളും എന്ന് പറഞ്ഞൊരു കൃതി വായിച്ചാൽ എങ്ങനെയാണ് ഒരു ഖണ്ഡകാവ്യം എഴുതട്ടെ എന്നുള്ളതിനെപ്പറ്റി ഏറ്റവും നല്ല ഉദാഹരണമാണത് ആ പുസ്തകം, അച്ഛനും മകളും. അപ്പോൾ ഒരു ഖണ്ഡകാവ്യത്തെ പഠിക്കുന്ന ഒരാൾക്ക് ആ കവിത, അല്ലെങ്കിൽ പിന്നെ ഒളപ്പമണ്ണയുടെ നങ്ങേമക്കുട്ടി എന്ന് പറയും ഒരു കൃതി, ഒരു ദീർഘ കവിത, എങ്ങനെ കാച്ചിക്കുറുക്കി എഴുതാം ആ കവിത. അപ്പോൾ അത്തരം കൃതികൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് കവിത എഴുതേണ്ടത് എന്നുള്ളത്, ഭാഷയെ എങ്ങനെയാണ് കയ്യിൽ ഒതുക്കേണ്ടതെന്നൊക്കെയുള്ള ചില അറിവുകൾ അതിൽ നിന്ന് കിട്ടില്ല എന്നല്ല, അത്തരത്തിലുള്ള അറിവ് കൂടി നമുക്ക് ആ കൃതികൾ സമ്മാനിക്കും. മറ്റൊന്ന്, വായന വലിയൊരു സാംസ്കാരിക സമ്പത്തായിട്ട് ഉള്ളിൽ കിടക്കും. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയൊക്കെ എഴുത്തിൻ്റെ വലിയൊരു ശക്തി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നേരത്തെ തൊട്ട് തന്നെ, കുഞ്ഞായിരുന്ന കാലം തൊട്ട് തന്നെ രാമായണം അടക്കം ഹൃദിസ്ഥമാക്കി ആ ഒരു വലിയ കാവ്യ പാരമ്പര്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് എഴുതുമ്പോൾ അനായാസമായിട്ട് ഭാഷ
പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒരു വലിയ അറിവിൻ്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന അറിവല്ല, യഥാർത്ഥത്തിൽ ഈ വായിച്ചതിൻ്റെ ഒരു വലിയ ഭാഗം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ രൂപം കൊണ്ട് വരുന്ന ഈ സാധനം നമുക്കിങ്ങനെ വളരെ ഫ്രഷായിട്ടുള്ളൊരു സാഹിത്യമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വായിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഒരിക്കലും അതിൻ്റെ ബാധയിൽ പെട്ടുപോയരുത്. ഒരു എഴുത്തുകാരനെ വായിച്ചിട്ട് അയാളെ ബാധയിൽ പെട്ടുപോയരുത്. അയാൾ പ്രേതമായിട്ട് നമ്മൾ ആവേശിക്കാൻ പാടില്ല. പകരം അയാളെ നിഗ്രഹിക്കുകയാണ് വേണ്ടത്. ഓരോ വായനക്കാരനെയും വായിച്ചു കഴിഞ്ഞാൽ അയാളെ കൊല്ലുക, അതാ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു വായനക്കാരനെ വായിച്ചു കഴിഞ്ഞാൽ അയാളെ വധിക്കുക, എന്നിട്ട് അതിൽ നിന്ന് പുറത്ത് കടത്തിട്ട് അടുത്ത് വായിക്കുക. ശ്രദ്ധിക്കണം, ഞാൻ വധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു. അങ്ങനെ അയാളിൽ നിന്ന് പുറത്ത് കിടക്കുക, അല്ലാതെ അയാളെ ഏറ്റി നടക്കുകയല്ല. അയാളെ ഏറ്റി നടക്കുകയല്ല എഴുത്തുകാരൻ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു എന്താ പറയുക, പിതൃഹത്യ എന്നൊക്കെ പറയാം. പിതൃ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സ്വാധീനിച്ച ഒരു എഴുത്തുകാരനായിരിക്കും അയാളെ ബാധിച്ചിട്ടുണ്ടാവുക. അയാൾ ഉപേക്ഷിച്ചുകൊണ്ടാവണം അയാൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റേണ്ടത് എന്നർത്ഥം. പറഞ്ഞോളൂ. സാർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ മാതൃഭാഷയിലല്ലാതെ നമുക്ക് സത്യം എഴുതാൻ കഴിയില്ല എന്നുള്ളത്. അതെ, അത് എൻ്റെ വാക്കല്ല, പോൾ സെലാൻ്റെ വാക്കാ. ആയിക്കോട്ടെ, എൻ്റെ കൂടി വാക്കാണത്, പറഞ്ഞോളൂ. ഓക്കെ, സാർ ഉദ്ധരിച്ചു എന്നുള്ളതുകൊണ്ട് സാറിൻ്റെ വാക്ക്. അതെ, എടുക്കാം. അപ്പോൾ പക്ഷെ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ പല എഴുത്തുകാരും ഇന്നിപ്പോൾ ശശി തരൂരാവട്ടെ, അങ്ങനെ ഒട്ടേറെ എഴുത്തുകാർ മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷിലായിട്ടും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഹിന്ദിയിലൊക്കെയാണ് നമ്മുടെ രചനകൾ കൂടുതൽ വരേണ്ടത് എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ആശയങ്ങൾ ഉള്ള രചനകൾ കൂടുതൽ വരേണ്ടത് ഹിന്ദിയിലാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സത്യം എഴുതാൻ കഴിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃഭാഷയിലെ എഴുതാൻ കഴിയൂ എന്നൊക്കെ പറയുമ്പോൾ ആ എഴുത്തുകാരുടെ ആത്മവിശ്വാസത്തെ തകർക്കൂലേ? അല്ല, അതിനൊരു കാര്യമുള്ളത്, ഈ മാതൃഭാഷ എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ജനിച്ചുകൊണ്ട് മലയാളം നമ്മുടെ മാതൃഭാഷ ആവണമെന്നില്ല. ഇപ്പോൾ ശശി തരൂരൊക്കെ പഠിച്ചതും വളർന്നതും ഒക്കെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ അയാളുടെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. മാധവിക്കുട്ടിയുടെ മാതൃഭാഷ ഏറെക്കുറെ ഇംഗ്ലീഷാണ്, കാരണം കൽക്കട്ടയിലാണ് അവർ വളർന്നത്. അപ്പോൾ ഏത് ഭാഷയിലാണോ നമ്മൾ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ പെരങ്ങി ജീവിക്കുന്നത്, അതായിരിക്കും അവരുടെ മാതൃഭാഷ. ഈ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ യഹൂദ അമിഖായി പോലെ, അദ്ദേഹം ജർമ്മനാണ്, അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ജർമ്മൻ. 14 വയസ്സുവരെ ജർമ്മനാണ് പഠിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഭാഷ യഹൂദികളുടെ ഹീബ്രു ആണ്. അപ്പോൾ ഹീബ്രുവിലാണ് അവരുടെ ഗ്രന്ഥം, മതഗ്രന്ഥമൊക്കെ ഉള്ളത്, മതപഠനമൊക്കെ അതിലാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് കവിത എഴുതുന്നത് ഈ ജർമ്മൻ ഭാഷയിലല്ല, അദ്ദേഹം കവിത എഴുതുന്നത് മുഴുവൻ ഹീബ്രുവിലാണ്. അപ്പോൾ മാതൃഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ജർമ്മനാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ പരിചയമുള്ള ഭാഷ കുട്ടിക്കാലത്തേ വരുന്നത് ഹീബ്രു ആണ്. അതുകൊണ്ട് ഹീബ്രു ആണ് അയാളുടെ മാതൃഭാഷ. അങ്ങനെയാണ് അത് ആലോചിക്കേണ്ടത്. അപ്പോൾ ആ തരത്തിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റു ഭാഷയിലാണ് കൂടുതൽ എഴുതേണ്ടത്. മറ്റു ഭാഷകൾ കൂടുതൽ എഴുതേണ്ട ആവശ്യം കുറഞ്ഞു വരിക നമുക്ക്. എന്തുകൊണ്ട്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വലിയ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ട്രാൻസ്ലേഷൻ പദ്ധതി വരുന്നതോടുകൂടി നമ്മുടെ ഏത് ഭാഷയിൽ എഴുതപ്പെട്ട കൃതിയും ഏത് ഭാഷയിലേക്കും ഏത് ആളുകൾക്കും കിട്ടാവുന്ന ഒരു കാലം വരിക. അതുകൊണ്ട് അത് സാധിക്കും. ഇപ്പം കവിത പോലെ എന്തുകൊണ്ട് മാതൃഭാഷയിൽ എഴുതണം എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ വളരെ ലോക്കലായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ഇത് നമ്മുടെ മലയാളത്തിൽ മാത്രമേ അതിന് വാക്ക് ഉണ്ടാവുള്ളൂ. കവിക്ക് അതിന് മലയാളത്തിൽ മാത്രമേ വാക്കുള്ളൂ. അത് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോഴേ നമുക്കത് പ്രകാശിപ്പിക്കാൻ സാധിക്കുള്ളൂ, കവിത പോലെയുള്ള മാധ്യമങ്ങൾക്ക്. അതുകൊണ്ടാണത് മാതൃഭാഷയിലാണ് ആ ഉണ്മയെ പ്രകാശിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ ടെക്നോളജി വളർന്നിട്ട്, ഇപ്പോൾ AI ടെക്നോളജിയൊക്കെ വരുന്നു, ജനറേറ്റീവ് AIയുടെ കാലമാണ്. അതിനേക്കാളും ഇതായിട്ട് വരുന്നു. ട്രാൻസ്ലേഷനൊക്കെ വളരെ എളുപ്പമാകാൻ പോവാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസിൽ നിങ്ങളൊരു പാസേജ് ഗൂഗിൾ ലെൻസ് കാണിച്ചു കൊടുത്താൽ ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. മിക്കവാറും അത് നല്ല ട്രാൻസ്ലേഷൻ ആയിരിക്കുകയും ചെയ്യും. കവിതയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലായോ? ചില അബദ്ധങ്ങളും വരാം. അപ്പം എൻ്റെ പേര് ഈ അടുത്ത് ഒരു ഹിന്ദി ഒരു തമിഴ് കവി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് തമിഴിലെ പുസ്തകമായിട്ട് വന്ന ഒരു തമിഴ് കവിത എടുത്തിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എൻ്റെ മലയാളം അദ്ദേഹം വായിച്ചിട്ടില്ല. അത് അദ്ദേഹം അല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഗൂഗിളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അടിയിൽ കവിയുടെ പേര് കൊടുത്തിരിക്കുന്നത് ബ്രേവ് ബേബി എന്നാണ്. ബ്രേവ് ബേബി, വീരാൻകുട്ടി.
അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ്. വീരൻ, ബ്രേവ് ബേബി, കുട്ടി എന്ന് പറഞ്ഞാൽ ബേബി. അപ്പോൾ അതും സംഭവിക്കാം ട്രാൻസ്ലേഷനിൽ. പക്ഷെ അതിനപ്പുറം നിങ്ങൾക്ക് ഏത് കാര്യവും ഏത് ഭാഷയിൽ വന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ കേൾക്കാനും ഒക്കെയുള്ള ടൂൾസ് വരാൻ പോവാണ്, സൗകര്യങ്ങൾ വരാൻ പോവാണ്. അപ്പോൾ അത് ആ ഒരു പരിഹാരം കുറേയൊക്കെ അങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സമയം എനിക്കറിയില്ല, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. 1:25 വരെ. ഓക്കെ, ചോദിച്ചോളൂ. ആ, പേര് പറയൂ. എൻ്റെ പേര് മിസ്ഹബ്. ആ, ഈ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം മിസ്ഹബ് എഴുതുന്ന ആളാണോ? ചെറുതായിട്ടൊക്കെ. ആ, അപ്പോൾ ഈ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വായന വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. അപ്പോൾ സാറിവിടെ പറഞ്ഞു ലോക സാഹിത്യത്തിൽ 80% നൈതികത പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. 80 നോക്കി ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ആ ബാക്കി വരുന്ന 30-20 നമ്മൾ വായിക്കാതിരിക്കേണ്ടത് വളരെ, അതായത് അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത്തരത്തിൽ എന്ത് വായിക്കണം, ആ വായിക്കേണ്ടത് എങ്ങനെ വായിക്കണം എന്നുള്ളത് എഴുത്തുകാരനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സാറിന് ഒരാൾ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്, ആ തിരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്? അല്ല, അതിൽ ഒരു പ്രശ്നമുള്ളത് ഇപ്പം ഞാൻ പറയുന്നത് ഈ 20% കൂടി നമ്മൾ വായിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഇപ്പോൾ ഗോപികൃഷ്ണൻ്റെ പുസ്തകം തവണ അവാർഡ് കൊടുത്തത്. വിചാരധാര വായിക്കാത്ത ഒരാൾക്ക് ആ പുസ്തകം എഴുതാൻ പറ്റില്ല, അല്ലേ? വിചാരധാര വായിക്കാത്ത ഒരാൾക്ക് ഹിന്ദുത്വത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതാൻ സാധിക്കില്ല. മെയിൻ കാഫ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്കറിയാമല്ലോ. മെയിൻ കാഫ് ഹിറ്റ്ലറുടെ ആത്മകഥയാണ്. ഹിറ്റ്ലർ വലിയ ക്രൂരനാണെന്ന് കരുതിയിട്ട് അത് വായിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ഒരു കാലത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയ പുസ്തകമാണ്, ഒരുപാട് വലിയ നിരോധിക്കപ്പെട്ട പുസ്തകമാണ്. ഇന്ന് നമ്മളിത് വായിക്കുന്നത് പുതിയൊരു നോട്ടപ്പാടിലൂടെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെയാണ്. അപ്പോൾ വായിക്കേണ്ടതെല്ലാം വായിക്കാം, പക്ഷേ ആ വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എന്തെടുക്കണം എന്നുള്ളത് അത് അവനവനാണ് തീരുമാനിക്കേണ്ടത്. അതാണ്. അല്ലാതെ വായനയെ നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ നിരോധിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യത്തെ തടയാൻ സാധിക്കില്ല. പല അർത്ഥത്തിൽ നമുക്കത് വായിക്കേണ്ടി വരും. അത്രയാണ് അതിൽ പറയാനുള്ളത്. കഴിഞ്ഞോ? പേര് പറയണം കേട്ടോ. പേര് സുഹൈൽ. ആ, ഇപ്പോൾ ഒരുപാട് എഴുതുന്ന ആളല്ല, എങ്കിലും എഴുത്തുകൾ വായിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ എഴുതാത്ത ആളുകൾ ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ പലരും പറയാനുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എനിക്ക് സാഹിത്യം അറിയില്ല, മലയാളത്തിൽ സാഹിത്യം അറിയില്ല. എൻ്റെ ഒന്നെങ്കിൽ ഇപ്പോൾ മലയാളം എടുക്കുകയാണെങ്കിൽ തന്നെ തീരപ്രദേശങ്ങളിലുള്ളവരുണ്ടാവും, മലപ്രദേശങ്ങളിലുള്ളവരുണ്ടാവും, നഗരപ്രദേശങ്ങളിലുള്ളവരുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ളവരൊക്കെ ഭാഷകൾ എന്ത് ചെയ്യും, ഈ ഒരു സാഹിത്യം ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇത് മലയാളത്തിലേക്ക് സാഹിത്യത്തിലേക്ക് ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള പരിമിതി കൊണ്ടാണ് ഞാൻ എഴുതാത്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബഷീറിന്റെ കൃതികളൊക്കെ എടുക്കുമ്പോൾ സ്വന്തം ഭാഷയെ കൊണ്ട് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്ത ആളുകളാണ്. അപ്പോൾ സ്വന്തം ഭാഷയല്ലേ ഒന്നും കൂടി നമ്മളെ കൃതികളിൽ പകർത്തേണ്ടത്. അത് നമ്മൾ എന്താണ് എഴുതുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു ലേഖനം എഴുതുകയാണെങ്കിൽ ആ ലേഖനത്തിൻ്റെ ആയിട്ടൊരു ഭാഷയാണ് ഉണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ നാട്ടിൻ്റെ ഒരു അനുഭവത്തെ ഒരു കഥയായിട്ടോ നോവലായിട്ടോ എഴുതുകയാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ നാട്ടുകാരാണെങ്കിൽ ആ നാട്ടുകാർ ഏത് ഭാഷയിലാണോ ജീവിക്കുന്നത് ആ ഭാഷ കൊണ്ട് എഴുതണം. അവരെന്ത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ ഭാഷ കൊണ്ട് എഴുതണം. മനസ്സിലായോ? അപ്പം അങ്ങനെ തന്നെയാണ് സത്യസന്ധമായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല. അതിന് ടിപ്പണി കൊടുത്താൽ മതി, അടിയിൽ വേണമെങ്കിൽ അർത്ഥം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു അന്വേഷിച്ച് നടക്കട്ടെ, എന്താണോ വാക്ക് എന്ന് അർത്ഥം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അത് വായനക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്. വായനക്കാരന് മനസ്സിലാവില്ല എന്ന് കരുതിയിട്ട് നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഓരോ എഴുത്തുകാരനും അവൻ്റെ ഭാഷയിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഭാഷ എന്ന് പറയുമ്പോൾ വാക്കുകൾ മാത്രമാണ് ഭാഷ എന്ന് വിചാരിക്കരുത് കേട്ടോ. വാക്കുകൾ മാത്രമല്ല ഭാഷ, അതിൻ്റെ ഘടനയും അതിൻ്റെ പദസംയുക്തങ്ങൾ സ്വീകരിക്കുന്ന രീതിയും ഒക്കെ അതിലെ ഭാഷയുടെ ആ വ്യവസ്ഥയ്ക്കകത്താണ് വരിക. അങ്ങനെയാണ്. ഇപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ അത് പറയാൻ വിട്ടുപോയി, ഇതിനോട് ചേർത്ത് തന്നെ പറയാം. ഇപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ ക്ലീഷേ ആയിട്ടുള്ളൊരു ഭാഷയിലാണ് എഴുതുന്നതെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല. ക്ലീഷേ ആയിട്ടുള്ള ഭാഷ, എന്താ ക്ലീഷേ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് മുഷിഞ്ഞ ഒരു ഭാഷ. ഉപയോഗിച്ച് മുഷിഞ്ഞ ഒരു ഭാഷയിൽ വായനക്കാർക്ക് ഒരിക്കലും കൗതുകം ഉണ്ടാവില്ല.
അതുകൊണ്ട് നമ്മൾ ഇപ്പം ഞാൻ 2 വാക്കുകളാണ് മലയാള കവിതയിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള വലിയ അപകടമായിട്ടുള്ള 2 വാക്കുകൾ. ഒന്ന് പെയ്യുക എന്നുള്ള വാക്ക്, മറ്റൊന്ന് പൂക്കുക എന്നുള്ള വാക്ക്. മരം പൂത്തു എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കവിതയിൽ എഴുതിയിട്ടുണ്ട്, മരം പൂത്തു പൂവിട്ടു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, മരം പൂവിട്ടു. പക്ഷേ അതിന് ഇപ്പം എന്താണ് സംഭവിക്കുന്നത്? പ്രണയം പൂത്തു, ദുഃഖം പൂത്തു, സങ്കടം പൂത്തു. ഇനിയിപ്പോൾ മരത്തിനൊന്ന് പൂക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം അപ്പോഴേക്കും ഈ കൂടുന്ന പരിപാടി ബാക്കി എല്ലാവരും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരാൾക്കൊക്കെ ഉപയോഗിക്കാം പ്രണയം പൂത്തു എന്നൊക്കെ. എല്ലാവരും അത് വായിച്ചിട്ട് അവരുടെ പ്രണയം മുഴുവനും പൂത്തുകൊണ്ടിരിക്കണം. അവർക്ക് അറിയ പോലും ഇല്ല എന്താ ഈ പൂക്കുക എന്നുള്ളത്. അത് ക്ലീശയാവുന്നു. മറ്റൊന്ന് ഈ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, മഴ പെയ്യുന്നു, ആ പ്രണയം പെയ്യുന്നു, സങ്കടം പെയ്യുന്നു, ദുഃഖം പെയ്യുന്നു. ഇങ്ങനെ പെയ്ത്തോട് പെയ്ത്താണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഭാഷയ്ക്കകത്താണ് ഈ വെള്ളപ്പൊക്കമൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മൾ ഒന്നിച്ച് ഒലിച്ചു പോവുകയാണ്. ഈ നമ്മുടെ സംവേദനത്തിനകത്ത് ഇത് വന്ന് ഇടിച്ച് കയറിയിട്ട് നമ്മൾ. അപ്പോൾ നിങ്ങൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ കഴിയുന്നത് എല്ലാവരും ഉപയോഗിച്ച് തേഞ്ഞ് മാഞ്ഞ് പോയ ഭാഷ, അല്ലെങ്കിൽ തേഞ്ഞ് ഈ വളരെ വിരസമായി തീർന്ന ഒരു വാക്ക്, ഒരു പ്രയോഗം, അത് ഉപയോഗിക്കാതിരിക്കുക. ദയവ് ചെയ്തിട്ട് ഉപയോഗിക്കാതിരിക്കുക. എൻ്റെ കവിത ഞാൻ 500 കവിതയെങ്കിലും എഴുതിയിട്ടുണ്ട്. ഇതിൽ മൗനം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ആരെയും കണ്ടുപിടിച്ച് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരാം. മൗനം ഞാൻ എഴുതിയിട്ടില്ല. ഒറ്റ കവിതയിൽ പോലും മൗനം ഉപയോഗിക്കും. കാരണം ഞാൻ എഴുതി തുടങ്ങുന്ന കാലം വരുമ്പോഴേക്കും ഈ മൗനം ഉപയോഗിച്ച് അത് ക്ലീശയായി തീർന്നൊരു വാക്കാണ്. അപ്പോൾ ഞാൻ കവിത എഴുതുമ്പോൾ എനിക്കത് തോന്നില്ല, ആ വാക്ക് തോന്നില്ല. ഞാനതിന് പകരം നിശബ്ദത എന്നോ വേറെ ഏതെങ്കിലും വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ അത്തരം അത് ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം, ഞാനതിൽ വലിയ ആളാണെന്ന് പറയല്ല. നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ വാക്ക് ക്ലീശയാണ്, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് എത്ര കേട്ടതാണ്. മൗന നൊമ്പരം അല്ലേ, മൗന നൊമ്പരം. ഇനി ആരെങ്കിലും ഈ കൂട്ടത്തിൽ മൗന നൊമ്പരം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളുള്ള എല്ലാ ബന്ധവും അതോടുകൂടി തീരും. ഇതൊക്കെ എത്ര കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഭാഷയിൽ ഒരു പുതുക്കം എന്ന് പറയുന്നത് ഇത്തരം വാക്കുകൾ ഉപേക്ഷിച്ചാൽ തന്നെ എന്തായി പുതിയ ഭാഷയായിട്ട് തീരും. അതാണ്. അപ്പം അതൊക്കെയാണ് എഴുത്തുകാരെ ശ്രദ്ധിക്കേണ്ടത്. അവസാനിപ്പിക്കാം അല്ലേ? സമയമായി. അല്ല, 5 മിനിറ്റ് കൂടി ഉണ്ട്. സാറ് പറഞ്ഞു ഭാഷ, അതായത് പദം മാത്രമല്ല ഒരു സാഹിത്യം എന്ന് പറയുന്നത്, അതായത് പദസംയുക്തങ്ങളാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് സാറ് പറഞ്ഞു, അതായത് ഈ മറ്റു ഭാഷകളിൽ എഴുതേണ്ട പ്രാധാന്യത്തെ പറ്റിയിട്ട് കൂട്ടത്തിലൊരാൾ സംസാരിച്ച് പറഞ്ഞു, ട്രാൻസ്ലേഷനുകളൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഒരുപാട് വളരുന്ന കാലഘട്ടത്തിൽ അതിന് ഒരു സാധ്യത കുറവാണെന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. അപ്പോൾ ഈ രണ്ട് സാറിൻ്റെ തന്നെ 2 അഭിപ്രായങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു ഇര എന്ന് പറയുന്നത് സാർ തന്നെയാണ്. സാറ് ബ്രേ ബേബി ആയിട്ട് അവതരിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു ഞാൻ പറയാം സാഹിത്യത്തെയും അത് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രാഥമികമായ ഒരു തലത്തിലാണ് ഈ ഗൂഗിൾ ട്രാൻസ്ലേഷനൊക്കെ നിൽക്കുന്നത്. അത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും അതെന്താകും, കുറച്ചുകൂടി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച രീതിയിലേക്ക് വരും. മറ്റൊന്ന് നേരത്തെ പറഞ്ഞത്, ഈ ഹിന്ദിയിലൊക്കെ നമ്മൾ എഴുതണമെന്ന് പറഞ്ഞല്ലോ, മറ്റു ഭാഷയിൽ എഴുതണം. അങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതുക, എന്നിട്ട് ആളുകൾ അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതാണ് കുറച്ചുകൂടി സത്യസന്ധമാവുക. അതാണെന്നാണ് എനിക്ക് തോന്നിയത്. ആ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇന്ന് ലോക സാഹിത്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ലോകത്തെ എല്ലാ ഭാഗത്തും എഴുതപ്പെടുന്ന സാഹിത്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഷ അറിയുന്നതുകൊണ്ടല്ല, നമ്മളത് ഈ തരത്തിൽ വിവർത്തനങ്ങളിലൂടെയൊക്കെയാണ് വായിക്കുന്നത്. ആ സാധ്യത ഉണ്ടെന്ന് പറയായിരുന്നു. അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല. എന്താ എൻ്റെ പേര് ഹുസൈൻ. നിങ്ങൾ ട്രാൻസ്ലേഷനെ പറ്റി കുറച്ച് മുമ്പ് സംസാരിച്ചു. ട്രാൻസ്ലേഷൻ നമുക്ക് സമയമില്ല ഇപ്പോൾ. അല്ല, ഒരു സാഹിത്യമാണല്ലോ. അതെ. അപ്പോൾ നമ്മളൊരു കാര്യം ഇംഗ്ലീഷിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു വരുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഭാഷ ഏതാണ്? ഈ ട്രാൻസ്ലേഷനൊക്കെ വലിയ സബ്ജക്റ്റാണ്. അത് ഓരോന്നും ഇപ്പോൾ കവിത ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ലേഖനം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, നോവൽ ട്രാൻസ്ലേറ്റ്, ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ പണ്ടൊക്കെ ട്രാൻസ്ലേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മൂലകൃതിയോട്, സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയും, സോഴ്സ് ലാംഗ്വേജിനോട്
വിശ്വസ്തത പുലർത്തുക എന്നുള്ളതായിരുന്നു ഈ ട്രാൻസ്ലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അപ്പം നിങ്ങളൊരു കൃതി വിവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ലാംഗ്വേജിലുള്ള കൃതി എങ്ങനെയാണോ അതുപോലെ വിവർത്തനം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നത് അതിൽ നിന്ന് പുതിയൊരു കൃതി ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം പുനഃസൃഷ്ടി എന്നൊക്കെ പറയാം, റീക്രിയേഷൻ, ട്രാൻസ്ക്രിയേഷൻ എന്നൊക്കെ പറയാം. ട്രാൻസ്ലേഷൻ അല്ല, ട്രാൻസ്ക്രിയേഷൻ. അങ്ങനെയൊക്കെയാണ് പുതിയ കാലത്ത് വിവർത്തനം വരുന്നത്. ചിലതൊക്കെ നമുക്ക് ഒമിറ്റ് ചെയ്യേണ്ടി വരും, ചിലതൊക്കെ നമുക്ക് തിരുത്തേണ്ടി വരും, ചില നിലപാടുകളെ തിരുത്തേണ്ടി വരും ചിലപ്പോൾ. കാരണം 16-ാം നൂറ്റാണ്ടിലുള്ള ഒരു നിലപാടായിരിക്കില്ല ഇക്കാലത്തും. അപ്പോൾ ഈ അന്നത്തെ നിലപാട് വെച്ച് നിന്നൊരു പുതിയ കൃതി നമുക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ അപ്പം അങ്ങനെ ഒരുപാട് കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മളൊരു കൃതി പുതിയ കാലത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടുള്ള വിവർത്തനമാണ് ഇന്നത്തെ വിവർത്തനം. പണ്ട് അങ്ങനെയല്ല. പണ്ട് എങ്ങനെ എഴുതി വെച്ചോ അതുപോലെ തന്നെ വിവർത്തനം ചെയ്ത്. അത് മലയാളത്തിലേക്ക് ആദ്യത്തെ വിവർത്തനം ഡേവിഡ് കോപ്പർഫീൽഡ് എന്നുള്ളതിന് അപ്പൻ തമ്പുരാനാണോ ഗോദവർമ്മയാണോ എന്നറിയാം. അപ്പൻ തമ്പുരാൻ തന്നെയാണെന്ന് തോന്നുന്നു. മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ചെമ്പുകണ്ടത്തിൽ ദാവീദ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഡേവിഡ് ദാവീദ് ചെമ്പുകണ്ടത്തിൽ. ചെമ്പ് എന്ന് പറഞ്ഞാൽ കോപ്പർ, കണ്ടം, വയൽ, ഫീൽഡ്, ഇങ്ങനെയൊക്കെ ട്രാൻസ്ലേഷൻ ഒരു കാലം ഉണ്ടായിരുന്നു മലയാളത്തിൽ. ചെമ്പുകണ്ടത്തിൽ ദാവീദ്. അപ്പോൾ അക്കാലമൊക്കെ പോയി, അതൊക്കെ മാറി. ഇപ്പോൾ ട്രാൻസ്ലേഷൻ വളരെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാം. പണ്ട് ഇംഗ്ലീഷിലുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് കൃതി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയ കൃതിയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്സ് എന്ന് വിളിച്ചിരുന്നത്. ഇന്ന് അതിന് മാറ്റം വന്നു. ഇന്ന് ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ട ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട കൃതികളെയും എന്ത് കൃതി എന്നാണ് വിളിക്കുന്നത്, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്നാണ് വിളിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയിലെ ലോക്കൽ ലാംഗ്വേജുകളിൽ ഉണ്ടാവുകയും ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കൃതികളെ കൂടി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. പണ്ടങ്ങനെ കണ്ടിരുന്നില്ല എന്നർത്ഥം. അതാണ് ആ വ്യത്യാസമാണ്. ഏതായാലും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായി. ഈ ഭക്ഷണം കാത്ത് ഇരിക്കുന്ന സമയത്താണ് ഞാൻ സംസാരിച്ചത്. എന്നിട്ടും നിങ്ങൾ വളരെ സജീവമായിട്ടിരുന്നു. പലർക്കും കൗതുകം ഉണ്ട് ഈ വിഷയത്തിൽ എന്ന് മനസ്സിലായി. വലിയ സന്തോഷം. കവിത എഴുതുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു കവിത ചൊല്ലിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചെറിയ 1-2 കവിതകൾ പറയാം. പേടി എന്ന് പറഞ്ഞൊരു കവിത ചൊല്ലാം. പേടി. ഉണർന്നെഴുന്നേറ്റു വരുന്ന മനുഷ്യനെ പേടിയാണ്. ഉണർന്നെഴുന്നേറ്റു വരുന്ന മനുഷ്യനെ പേടിയാണ്. അടുത്ത നിമിഷം അയാൾ ഒരു ആയുധം കയ്യിലെടുത്തേക്കും. അടുത്ത നിമിഷം അയാൾ ഒരായുധം കയ്യിലെടുത്തേക്കും. ഉറങ്ങുന്നവരെ വിശ്വസിക്കാം, സ്വപ്നത്തിലല്ലാതെ അവർ ആയുധം തൊടുകയില്ല. ഉറങ്ങുന്നവരെ വിശ്വസിക്കാം, സ്വപ്നത്തിലല്ലാതെ അവർ ആയുധം തൊടുകയില്ല. മരിച്ചവരാണ് ഏറ്റവും നല്ലവർ. മരിച്ചവരാണ് ഏറ്റവും നല്ലവർ. അവർക്കിനി ഒരാളെയും കൊല്ലാൻ ആവാത്തതിനാൽ. മരിച്ചവരാണ് ഏറ്റവും നല്ലവർ. അവർക്കിനി ഒരാളെയും കൊല്ലാൻ ആവാത്തതിനാൽ ആണ് പേടി. വേറൊരു കവിത, ചെറുതിൻ്റെ പ്രയോജനം. ചെറുതിൻ്റെ പ്രയോജനം. ഈ ചെറുവിരൽ എന്തിന് എന്ന് തോന്നാം, അതുകൊണ്ട് എന്ത് പ്രയോജനം? കഴിക്കുമ്പോൾ അത് ചോറിൽ കുഴയുന്നില്ല, കുടിക്കുമ്പോൾ ഗ്ലാസ്സിലും പതിയുന്നില്ല. പേന പിടിക്കാനും വേണ്ട, ചൂണ്ടാനോ നൂല് കോർക്കാനോ തീരെ ആവശ്യമില്ല. തല്ലുമ്പോഴാകട്ടെ അത് മറ്റ് വിരലുകളോട് സഹകരിക്കുന്നേയില്ല. തല്ലുമ്പോഴാകട്ടെ അത് മറ്റ് വിരലുകളോട് സഹകരിക്കുന്നേയില്ല. എങ്കിലും അതിനും കാണും ചെറിയ ചില പ്രയോജനങ്ങൾ, ഇല്ലാതാകുമ്പോൾ മാത്രം അറിയാനാവുന്നത്. എങ്കിലും അതിനും കാണും ചെറിയ ചില പ്രയോജനങ്ങൾ, ഇല്ലാതാകുമ്പോൾ മാത്രം അറിയാനാവുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം കൂടി, അതൊക്കെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.